അഞ്ചക്കള്ളക്കൊക്കെ ഡയറക്റ്റഡ് ബൈ ഉല്ലാസ് ചെമ്പൻ. ഒരു കിഡിലൻ അടിപ്പടം, നാടൻ അടിപ്പടം, ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്തു വെച്ചിട്ടുള്ള സിനിമയാണിത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 80s ആ ഒരു കാലഘട്ടത്തിലാണ്. കേരള കർണാടക ബോർഡറിലുള്ള കാളഹസ്തി എന്ന സ്ഥലത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. അതായത് ഒരു ഭാഗം മൊത്തം ഈ ഹൈ റേഞ്ച് ഏരിയയാണ്, മറ്റൊരു ടൈം എന്ന് പറയുന്നത് പാലക്കാട് ഭാഗമാണ്. അതായത് ലുക്മാന്റെ കുട്ടിക്കാലമൊക്കെ കാണിച്ചിട്ടുള്ളത് പാലക്കാട് ഭാഗത്താണ്. ഈ കാളഹസ്തി എന്ന് പറയുന്ന നാട്ടിൽ ചായക്കടക്കാരൻ തൊട്ട് മുതലാളി വരെയുള്ള എല്ലാ ആൾക്കാരും കുഴപ്പക്കാരാണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള 100% പെർഫെക്റ്റ് ആയിട്ടല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പച്ച മനുഷ്യന്മാരുടെ കഥയാണിത്. ഈ സിനിമയിലെ ആളുകളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത്. അതായത് ഇത് വലിയ സ്റ്റോറി ലൈനുള്ള സിനിമയൊന്നുമല്ല, ഒരു ഇൻസിഡന്റ് ആണ്. ആ ഇൻസിഡന്റിലേക്ക് വന്നു ചേരുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത്. അങ്ങനെ വലിയ സ്റ്റോറി ലൈനുള്ള പടമൊന്നുമല്ല. കഥാപാത്രങ്ങളുടെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ചെമ്പൻ വിനോദ്, മറ്റൊന്ന് ലുക്മാൻ, വേറൊന്ന് ശ്രീജിത്ത് രവിയുടെ, അതായത് ചാപ്ര മുതലാളിയുടെ മക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഗില്ലാപ്പികൾ എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ. ഇവരുടെയൊക്കെ പെർഫോമൻസ്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുദേവിൻ്റെ ഒക്കെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടർ ഇല്ല, അച്യുതാനന്ദൻ എന്ന് മറ്റാണ് അയാളുടെ പേര്. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ രണ്ടാൾക്കാർ ആ കൊല വെട്ടുന്ന പ്രശ്നം പരിഹരിക്കാനായിട്ടൊരു പൊളിറ്റീഷ്യൻ വരില്ലേ, നീ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു കിടന്ന അതിൻ്റെ മോനെ ഇന്ന് ഫോൺ വിളിച്ച് പറയുന്ന ഒരാളില്ലേ, ആ ചേട്ടൻ്റെ കഥ ആക്ടിങ്ങും അടിപൊളിയായിരുന്നു, കിടിലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പഴയ കാലത്ത്, അതായത് ഒരു 80s നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി മീൻസ് ഒരു ഇൻസിഡൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ചില കഥാപാത്രങ്ങൾ, പിന്നെ ആ നാട്ടിലുള്ള കാളഹസ്തി എന്ന് പറയുന്ന നാട്ടിലുള്ള പൊളിറ്റീഷ്യൻസ്, പോലീസുകാർ, ആദിവാസികൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കഥയൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നത്. ഈ പടത്തിലെ ഗില്ലാപ്പികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശ്രീജിത്ത് രവിയുടെ ചാപ്രം മുതലാളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മക്കളാണ് ഇവർ. ഇവരുടെ ഇൻട്രോ മുതൽ അവസാനം വരെയുള്ള ആ ഒരു സ്റ്റൈലും ഒരു വൈബും സ്വാഗൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ ഈ ഒരാൾ ഈ സ്പീക്കിംഗ് ഡിസബിലിറ്റി ഉള്ള ആളാണ്. അയാൾ സംസാരിക്കുന്ന സമയത്ത് കൊഞ്ഞയുണ്ടാവും, മറ്റേ ആൾ ഊമയാന്ന് തോന്നുന്നു. അയാൾക്ക് എന്താണ് സംഭാഷണം എന്ന് പറയുന്ന സാധനം ഒറ്റ ഡയലോഗ് പോലും ഇല്ല. പക്ഷെ തുടക്കം മുതൽ അവസാനം വരെ ഇവർ വരുന്ന സീനൊക്കെ വേറെ ലെവലായി, ഒരു വൈബായിരിക്കും ഇവർ വരുന്നത്. അവർ ഇൻട്രോ സീൻ ഉണ്ട്. അതായത് ഈ കാലാവസ്ഥയിൽ ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിലേക്കാണ് ആ നാട്ടിലേക്ക് ആദ്യം വരുന്ന ആൾക്കാരൊക്കെ എൻ്റർ ചെയ്യുന്ന തന്നെ ആ ചായക്കടയിലേക്കാണ്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയാണ്. ഈ ചായക്കടക്കാരൻ ഓരോ ആൾക്കാരെയും ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് നാട്ടുകാരനാണെങ്കിൽ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യും, പൊളിറ്റീഷ്യൻസ്, പവർ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ആണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. പുറമേ നിന്നുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. വരുത്തനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വേറെ ലെവലിലാണ് ഈ സിനിമയിൽ ഈ ചായക്കടക്കാരനെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചായക്കടക്കാരൻ്റെ ഗില്ലാപ്പികൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആ കള്ള് ഷാപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ട് കഴിഞ്ഞ പാട് വരുന്നത് ഒരു അടിയാണ്. ആ പാട്ടും അടിപൊളിയായിരുന്നു, ആ ഫൈറ്റും അടിപൊളിയായിരുന്നു. കുമ്മാട്ടി മുതൽ ഫെർണാണ്ടോ മിറാലിൻ്റെ സിറ്റി ഓഫ് ഗോഡ് വരെയുള്ള സിനിമകളുടെ റഫറൻസ് ഈ സിനിമയിൽ വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാം, ഗില്ലാപ്പികൾ എന്ന് പറഞ്ഞാൽ ആ രണ്ടാൾക്കാരില്ലേ, ആ രണ്ടാൾക്കാർ വരുന്ന സീനുകളൊക്കെ എനിക്ക് ശരിക്കും സിറ്റി ഓഫ് ഗോഡ് തന്നെയാണ് തോന്നിയത്. അതായത് ഈ ലോ ആംഗിൾ ഷോട്ട്, പിന്നെ അവർ ഉപയോഗിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, അവർ വെപ്പൺസ് പിടിച്ചിട്ടുള്ള രീതി, അതൊക്കെ ഒരു സിറ്റി ഓഫ് ഗോഡ് ലൈൻ, ആ ഒരു വൈബ് പിടിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. അതുപോലെ തന്നെ ലുക്മാൻ്റെ ക്യാരക്ടർ ഉണ്ട്. ലുക്മാൻ്റെ ക്യാരക്ടർ അത്യാവശ്യം വളരെ ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ലുക്മാൻ്റെ ക്യാരക്ടർ വസുദേവ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്, പോലീസുകാരനാണ്. ഇയാളുടെ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് ഒക്കെ എക്സാക്ട്ലി കുമ്മാട്ടി എന്ന് പറയുന്ന സിനിമയുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ്, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കുമ്മാട്ടിയിലെ ചില സീനുകളുടെ റെഫറൻസുകളൊക്കെ അതിൽ വരുന്നുണ്ട്. പാലക്കാട് ബേസ് ചെയ്തിട്ടാണ് ഈ ലുക്മാന്റെ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അയാൾ എന്തുകൊണ്ട് ഇങ്ങനെയായി, അല്ലെങ്കിൽ അയാൾ ഓരോ കാര്യങ്ങളെ സമീപിക്കുന്ന രീതി, ആ ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്മെന്റും ആർക്കും ഒക്കെ കൃത്യമായിട്ട് പറയാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെ വളരെ വിദഗ്ധമായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ചില സീനുകളൊക്കെ നമ്മൾ ചെറുതായിട്ട് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമായിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി തോന്നിയത്. ചിലപ്പോൾ ഈ കുമ്മാട്ടി സിറ്റി ഓഫ് ഗോഡൊക്കെ എൻ്റെ തോന്നലായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല. അതുപോലെ തന്നെ ചെമ്പൻ വിനോദിൻ്റെ പോലീസിൻ്റെ ക്യാരക്ടറും ബാക്കിയുള്ള പോലീസുകാരുടെ കഥാപാത്രങ്ങളൊക്കെ വളരെ പവർഫുൾ ആണ്. പക്ഷേ ഇവർക്കൊക്കെ പേഴ്സണലി ഓരോ ബലഹീനതകളുണ്ട്. അതിപ്പോൾ ചെമ്പനാണെങ്കിലും ഈ ചെമ്പൻ്റെ മേൽ ജോസറാണെങ്കിലും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഈ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മുടെ ജോജി ഉണ്ട് കേട്ടോ. അതായത് ജോജി സിനിമയിൽ ഫഹദിൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ച ആ ജോജി ഇല്ലേ, സാധാരണ അദ്ദേഹത്തിനൊക്കെ ഈ ഹൈ റേഞ്ചിലെ അച്ചായൻ ക്യാരക്ടേഴ്സാണ് കിട്ടാറുള്ളത്. പക്ഷേ ഈ സിനിമയിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള, കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ്. അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക്, ആക്ഷൻ, ഫൈറ്റ് കൊറിയോഗ്രാഫിയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ബ്ലാസ്റ്റ് സീനുകളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. അതായത് ഈ ഗില്ലാപ്പികൾ വരുന്ന സമയത്തൊക്കെ ചില വെടിയും പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലൊരു പൊളിറ്റീഷ്യൻ ഉണ്ട്, ഒരു മാവേലി ആൻഡയെ ബ്ലാസ്റ്റ് ചെയ്യുന്ന സീന്. അതുപോലെ തന്നെ ഒരാളെ അടിച്ചിട്ട്
ഈ കെട്ടിയിടും, മരത്തിൽ കെട്ടിയിട്ടിട്ട് അയാളുടെ കയ്യിൽ തോട്ട വെച്ച് തീ കൊടുത്തതിന് ശേഷം ഈ ഗില്ലാപ്പികളുടെ ഒരു കിടിലൻ സീൻ അവിടെ വരുന്നുണ്ട്. അന്നത്തെ അവസാനം അത് മൂത്രമൊഴിച്ച് കെടുത്തുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവസാനത്തെ പോലീസ് സ്റ്റേഷനിലത്തെ ബ്ലാസ്റ്റ് സീനും അതിഗംഭീരമായിരുന്നു. പോലീസ് സ്റ്റേഷനിലത്തെ ഫൈറ്റും അടിപൊളിയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ ഷോട്ടുകളൊക്കെ ഗംഭീരമായിരുന്നു. POV ഷോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് സ്റ്റാർട്ടിങ്ങിലൊരു ചേസിൻ്റെ സമയത്ത് ഒരു POV വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റിൽ, അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റിൽ ഈ ലുക്മാൻ ഒരു ഗണ്ണും കൊണ്ടുവരുന്ന സമയത്ത് ഒരു 180 POV ചെയ്തു വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ വന്നു പോയിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളും അവരുടെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ശ്രീദേവിക്ക് വളരെ കുറച്ച് ചെറിയ ഒരു ഡ്യൂറേഷനേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ വിട്ടുപോയ ഒരാൾ നമ്മുടെ ബാലൻ ചേട്ടനാണ്. ബാലൻ ചേട്ടൻ്റെ സെക്കൻഡ് ഇൻട്രോ അതിഗംഭീരമായിരുന്നു കേട്ടോ. ഇങ്ങനെ ബാക്കിൽ കൈയൊക്കെ കെട്ടി വെച്ച് നാഗവല്ലി വരുന്നത് പോലെ സ്ലോ മോഷൻ ഒരു വരവുണ്ട്, അത് അടിപൊളിയായിരുന്നു. ബാലൻ ചേട്ടൻ്റെ ഫൈറ്റും അത്യാവശ്യം അടിപൊളിയായിരുന്നു. ബാലൻ ചേട്ടനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ സിനിമകളിലൊക്കെ ഈ കമ്മട്ടിപ്പാടം റെഫറൻസ് എടുക്കാറുണ്ട്, പക്ഷേ ഈ സിനിമയിൽ അതൊന്നും കണ്ടില്ല. വളരെ യൂണീക്കായിട്ട് ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രമോദ് പുഴങ്കര, കൊത്തയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രമോദ് പുഴങ്കരയും അദ്ദേഹത്തിൻ്റെ റോള് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പറായിരുന്നു. എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ ഗില്ലാപ്പികൾ തന്നെയാണ്. അവരെന്താണ് വലിയ ഹീറോയ്ക്ക് പരിവേഷമൊന്നുമില്ല, പക്ഷേ അവരുടെ ഒരു RS-100 ബൈക്കും ആ ഒരു ഹാമറും തോക്കും കോസ്റ്റ്യൂമും കൂളിംഗ് ഗ്ലാസും സ്റ്റൈലും ഇതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആ കഥാപാത്രങ്ങളെ വേറൊരു ഡയമെൻഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ ദുർബലർ എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും അവർ ശരിക്കും ഒരു കില്ലാടികൾ തന്നെയായിരുന്നു. ഒരു കിടിലം പടം, ഒരു ഹോളിവുഡ് ലെവലിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു നാടൻ അടിപ്പടമാണ് അഞ്ചക്കള്ളക്കൊക്കൻ. ഇത് എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ വലിയ ഉപന്യാസം എഴുതാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്കൊക്കൻ. നമുക്കിവിടെയും ഷോസ് കുറവായിരുന്നു, വൈകുന്നേരത്തെ ഷോസ് മാത്രമേ ഉള്ളൂ ഈ സിനിമയ്ക്ക്. അതുപോലെ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഈ അത്യാവശ്യം ഫിക്ഷനും ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കോ ഓഡിയൻസ് ആയിട്ട് വരുന്നതെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാതെ ഡ്രാമയെല്ലാം കാണാൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചിരിക്കാനോ തമാശ പടങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ഓഡിയൻസിൻ്റെ കൂടെ ആയിട്ടാണ്, ഫാമിലി ഓഡിയൻസിൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ പൊതുവെ ഒരു ശോകം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ചെക്കന്മാരുടെ കൂടെ അടിയും ഇടിയും ഫിക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല യൂത്ത് പിള്ളമാരുടെ കൂടെയാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ എനിക്ക് എടുത്തു പറയണം തോന്നിയത് മണികണ്ഠൻ അയ്യപ്പൻ്റെ മ്യൂസിക്കാണ്. കിടിലമായിട്ടുള്ള മ്യൂസിക്കായിരുന്നു. ഈ സിനിമയിലെ നമ്മുടെ ഗില്ലാപ്പികളിൽ ഒരാൾ നല്ല കിടിലൻ ഡാൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള കളർ ടോൺ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് റെഡ് ടോണാണ്. സാധാരണ ഈ ഹൈ റേഞ്ചും അതുപോലെ തന്നെ അങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രീനിഷ് ടോണാണ് ഉപയോഗിക്കുക. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ യെല്ലോയിഷ് റെഡ് ഈ സിനിമയുടെ സിറ്റുവേഷൻസിന്, കഥയ്ക്ക് വളരെയധികം ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ഈ സിനിമ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പൊറാട്ട് എന്നുള്ള രീതിയിലാണ്. ഈ സിനിമ അവസാനിക്കുന്നതും ഒരു പൊറാട്ട് നാടകത്തിൻ്റെ രീതിയിലാണ്. അതായത് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണിൽ നമ്മുടെ മാർട്ടിൻ സ്കോർസെസെ വരുന്നൊരു സീനില്ല, അവസാനം ഒരു റേഡിയോ നാടകത്തിൻ്റെ ഇതിലാണല്ലോ സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പൊറാട്ടിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ കണ്ടു വെക്കുക, വെറൈറ്റി ആയിട്ടുള്ളൊരു പടമാണ്, നല്ല പടമാണ്. 2 മണിക്കൂർ സംതിങ് 20 മിനിറ്റോ മറ്റോ സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു അടിപ്പടം, പക്ഷേ വേറെ ലെവൽ പടമാണ്. ഗ്രേറ്റ് വർക്ക് ഉല്ലാസ് ചെമ്പൻ, കിടിലം പടം.